2026 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ജൂൺ 1 ലോക ക്ഷീരദിനം. ജൂൺ 1 ലോക ക്ഷീരദിനം. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടക മുഖ്യമന്ത്രിയാണ് DK ശിവകുമാർ. നാവികസേനാ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൃഷ്ണ സ്വാമിനാഥൻ. പുതിയ നാവികസേനാ മേധാവി കൃഷ്ണ സ്വാമിനാഥൻ. മൂന്നാമത് സംയുക്ത സേനാ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് NS രാജസുബ്രഹ്മണി. മൂന്നാമതായി സംയുക്ത സേനാ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് NS രാജസുബ്രഹ്മണി. കേരളത്തിൽ എക്സൈസ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീറാം സാംബശിവറാവു. എക്സൈസ് കമ്മീഷണർ ആരാണ്? ശ്രീറാം സാംബശിവറാവു. 2025-2026 സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളം 3-ാം സ്ഥാനത്ത്. അപ്പോൾ 1-ാം സ്ഥാനത്ത് ആരാണ്? ആന്ധ്രാപ്രദേശും, 2-ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും, 3-ാം സ്ഥാനത്ത് കേരളവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIയെ നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നോവൽ എഴുതി ലിയോ 14 മാർപ്പാപ്പ. നോവലിൻ്റെ പേര് മാഗ്നിഫിക്ക ഹ്യൂമനിറ്റാസ്. ദി ഗാർഡിയൻ പത്രമിറക്കിയ എക്കാലത്തെയും മികച്ച 100 നോവലുകളിൽ 32-ാം സ്ഥാനം നേടി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നമുക്കറിയാം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയാണ്. ദി ഗാർഡിയൻ പത്രം ഇറക്കിയ എക്കാലത്തെയും മികച്ച 100 നോവലുകളിൽ 32-ാമത്തെ സ്ഥാനം നേടി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. 1-ാം സ്ഥാനം മിഡിൽ മാർച്ച് എന്ന് പറയുന്ന നോവലിനാണ്. എഴുതിയത് ജോർജ് എലിയറ്റ്. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടി BTS ബാൻഡ്. BTS ബാൻഡ് കൊറിയയിൽ നിന്നുള്ളൊരു മ്യൂസിക് ബാൻഡാണ്. അവർക്കാണ് 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. 2026 ജൂണിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തി മലേഷ്യ. 2026 ജൂണിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തി മലേഷ്യ. ഫിഫ വേൾഡ് കപ്പിൽ ഇറങ്ങുന്ന ഫസ്റ്റ് ഇന്ത്യക്കാരൻ. ഫിഫ വേൾഡ് കപ്പ് ടീമിൽ ഇറങ്ങുന്ന ഫസ്റ്റ് ഇന്ത്യക്കാരനായി തഹ്സീൻ മുഹമ്മദ് ജംഷീദ്, കണ്ണൂർ. യുവതലമുറയെ കൃഷിയിലേക്ക് താല്പര്യം ജനിപ്പിക്കാനായി വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടത്തുന്ന ക്ലബിൻ്റെ പേരാണ് കതിർ. യുവതലമുറയെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടത്തുന്ന ക്ലബിൻ്റെ പേരാണ് കതിർ. മൊത്ത വിപണിയിലെ വിലക്കയറ്റത്തിൻ്റെ ശരാശരി മാറ്റങ്ങൾ കണക്കാക്കാനുള്ള ഇൻഡെക്സാണ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്. ദി എർത്ത് പ്രൈസ് സ്വന്തമാക്കി ഇന്ത്യയിലെ 3 പേർ. ആരൊക്കെയാണ്? അരിയാന അഗർവാൾ, അവ്യാന മേത്ത, വിവാൻ ചൗച്ച്ലാരിയ. ദി എർത്ത് പ്രൈസ് സ്വന്തമാക്കി ഇന്ത്യയിലെ 3 പേർ. അരിയാന അഗർവാൾ, അവ്യാന മേത്ത, വിവാൻ ചൗച്ച്ലാരിയ. ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. സൈബർ സുരക്ഷ പരിശോധിക്കുന്നതിനുള്ള AI ടൂളാണ് മിത്തോസ്. ഇത് പുറത്തിറക്കിയത് ആന്ത്രോപിക് കമ്പനി. മിത്തോസ് എന്ന AI ടൂൾ പുറത്തിറക്കിയത് ആന്ത്രോപിക് കമ്പനിയാണ്. DRDOയും ഇന്ത്യൻ വ്യോമസേനയും തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു സർഫസ് മിസൈലാണ് രുദ്ര 2. DRDOയും ഇന്ത്യൻ വ്യോമസേനയും കൂടി തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു സർഫസ് മിസൈൽ രുദ്ര 2. ഗ്രാമി പുരസ്കാരം നേടി ദലൈലാമ. നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വെച്ച് ധൂമകേതുക്കളിൽ നിന്നും കണ്ടെത്തിയ വാതകമാണ് മീഥെയ്ൻ. നാസയുടെ ജെയിംസ് വെബ് ടെലസ്കോപ്പ് വെച്ച് ധൂമകേതുക്കളിൽ നിന്നും മീഥെയ്ൻ കണ്ടെത്തി. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 2026 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നുള്ളതാണ്. ആതിഥേയത്വം അസർബൈജാൻ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5, 2026 പ്രമേയം പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. ഇന്ത്യയിലെ 100ാമത് റംസാർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട തണ്ണീർത്തടമാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ 100ാമത് റംസാർ സൈറ്റാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്.
ഉത്തർപ്രദേശിലെ 13ാമത് റംസാർ സൈറ്റാണ് ഈ പറഞ്ഞ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. ഓൺലൈൻ ഗെയിമിങ്ങിന് 28% നികുതി ഏർപ്പെടുത്തി. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അംഗബലം 34 നിന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 ഉയർന്നിരിക്കുന്നു. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പോൾ ആകെ 38 പേരുണ്ട്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റുകളെ കണ്ടെത്തിയത് ലക്ഷദ്വീപിൽ നിന്നും. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റുകളെ കണ്ടെത്തി ലക്ഷദ്വീപിൽ നിന്നും. മെലാസിന ബിഷ്ണോയ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ ഒരിനം പല്ലിയാണ്. മെലാസിന ബിഷ്ണോയ്. CBSEയുടെ ചെയർപേഴ്സൺ ആണ് ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം. CBSEയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആരംഭിച്ച് ഉത്തര കൊറിയ. അണുബോംബൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതല്ലേ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആരംഭിച്ച് ഉത്തര കൊറിയ. ചെനാബ് ബിയാസ് ലിങ്ക് ടണൽ വരുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ചെനാബ് ബിയാസ് ലിങ്ക് ടണൽ ഹിമാചൽ പ്രദേശ്. PM വാണി സ്കീം എന്ന് പറയുന്നത് പൊതു അതിവേഗ വൈഫൈ ഇൻ്റർനെറ്റിനുള്ള സംവിധാനമാണ് PM വാണി സ്കീം. PM വാണി സ്കീം എന്ന് പൊതു വൈഫൈ അതിവേഗ ഇൻ്റർനെറ്റ് സ്കീം. KAU തേജസ്വിനി എന്ന് പറയുന്നത് ഒരിനം പച്ചമുളകാണ്. 2026 ജൂണിൽ കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചമുളകാണ് KAU തേജസ്വിനി. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റണ്ണറപ്പ് ഗുജറാത്ത് ടൈറ്റൻസ്. ഫൈനലിലെ താരം വിരാട് കോഹ്ലി. എമർജിംഗ് പ്ലെയർ വൈഭവ് സൂര്യവംശി. സൂപ്പർ സ്ട്രൈക്കർ, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ഓറഞ്ച് ക്യാപ്പ് എന്നിവ നേടി വൈഭവ് സൂര്യവംശി.